നിഖിൽ പ്രമേഷ് ഹാളിന് തുപ്പനാട് കരിമ്പനക്കൽ ഹാളിന് പുറത്തുണ്ട്. നിഖിൽ, വിലാപയാത്രയായി അവരെ അവിടുന്ന് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയാണല്ലേ? ഇപ്പോൾ കരിമ്പനക്കൽ ഹാളിന് മുന്നിൽ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടിയിട്ടുണ്ട്. ആ കുട്ടികളെ പുറത്തേക്ക് ഇറക്കുമ്പോൾ തങ്ങൾക്ക് ഒരു നോട്ടം കാണാൻ കഴിയുമോ എന്ന് ആരാഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ആളുകളാണ്. ഇതിൽ കൂടുതലായിട്ടും കുട്ടികളുടെ അമ്മമാർ ഒക്കെയാണ്. ഇതാ കൊണ്ടുപോവുകയാണ് ഇവിടെ നിന്ന് ഈ കരിമ്പനക്കൽ ഹാളിൽ നിന്ന് ആ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഇത് അവിടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നേരത്തെ അറിയിച്ചിരുന്നത് ഒരു പക്ഷേ ആംബുലൻസിലായിരിക്കും കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴ കൂടിയൊന്ന് മാറി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത് കൈച്ചുമടാൽ ഇങ്ങനെ ചുമന്ന് തന്നെ ആ പ്രാർത്ഥനകൾ ചൊല്ലി പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്, കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള കാഴ്ച. ഈ കുട്ടികളെ കാണുന്നതിന് വേണ്ടി ഈ നാടൊന്നടങ്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് ഈ വാർത്ത, ഈ വിയോഗ വാർത്ത, അവരെല്ലാവരും ഞെട്ടിച്ച ഈ വാർത്ത കേട്ടത് മുതൽ തന്നെ അവരെല്ലാവരും തന്നെ പ്രാർത്ഥനയിലായിരുന്നു. കേട്ടതൊന്നും ശരിയാകല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലായിരുന്നു എല്ലാവരും. എന്നാൽ അവരുടെ പ്രാർത്ഥനകളൊക്കെ വിഫലമാക്കിക്കൊണ്ട് ആ 4 ജീവനുകൾ നഷ്ടമായിരിക്കുന്നു ഈ ഒരു അപകടത്തിൽ. എന്തായാലും ഇപ്പോൾ കുട്ടികളുടെ മൃതദേഹം തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഒരുപാടധികം ആളുകൾ അതിനെ അനുഗമിക്കുന്നുണ്ട്. അവരുമായി ഒരു ബന്ധവുമില്ലാത്ത, അവരുമായി ഒരു പരിചയവുമില്ലാത്ത ആളുകൾ വരെ ഇതിലുണ്ട്. അവർക്കെല്ലാം ഒരൊറ്റ ബന്ധമേ ഇവരുമായുള്ളൂ, ആ കുട്ടികളോടുള്ള വൈകാരികമായിട്ടുള്ള അടുപ്പം. ഇന്നലെ വൈകുന്നേരം മുതൽ ടെലിവിഷനിലൂടെയും മറ്റും ഈ കുട്ടികളെ കണ്ട്, കുട്ടികളെക്കുറിച്ച് അറിഞ്ഞ് അവരോടുണ്ടായിട്ടുള്ള ഒരു ഇഴയെടുപ്പം മാത്രമാണ് ഇന്നിപ്പോൾ ഇവിടേക്ക് അവരെ എത്തിച്ചത്. ഒരു പക്ഷേ ഈ നാട്ടിൽ നിന്നുള്ള ആളുകളൊന്നും മാത്രമല്ല ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ഈ നാട് ആ 4 കുട്ടികൾക്ക് വിട നൽകുകയാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്ന ആ 4 പേർക്ക് ഈ നാട് വിട നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത് മുതൽ തന്നെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ അവരുടെ വീടുകളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് യാത്രാമൊഴി നൽകുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ കരിമ്പനക്കൽ ഹാളിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി കൊണ്ടുവന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവരുടെ അധ്യാപകർ, ഈ സ്കൂളിലെ സഹപാഠികളുടെ രക്ഷിതാക്കൾ, അങ്ങനെ ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നു. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി എം പി രാജേഷും കെ കൃഷ്ണൻകുട്ടിയും ഇവിടേക്ക് എത്തിയിരുന്നു. പൊതുദർശനത്തിനെത്തി റീത്ത് സമർപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ തന്നെ സമാന്തരമായി കളക്ടറേറ്റിൽ ഒരു യോഗവും ചേരുന്നുണ്ട്. ഇന്നലെ നാട്ടുകാർ ഉന്നയിച്ച വലിയ പരാതിയായിരുന്നു ഈ റോഡിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മിതി. അത് പരിഹരിക്കണം, അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ നിയന്ത്രിക്കണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. എന്തായാലും അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഒരു യോഗം 11 മണിക്ക് ചേരുകയാണ്. അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ പക്ഷേ ഈ 4 കുരുന്ന് ജീവനുകൾ വേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അധികം കണ്ണീര് നൽകുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേദന സമ്മാനിക്കുന്ന ഒരു വിവരം അതുതന്നെയാണ്. 6 വർഷത്തിനിടെ ഏതാണ്ട് 35 അപകടങ്ങൾ നടന്ന ഒരു പ്രദേശമാണ് ഇത്. എന്നിരിക്കെ പോലും ഇപ്പോഴും ആ റോഡിൻ്റെ ഘടന അതുപോലെ തന്നെ തുടരുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം അക്കാര്യത്തിൽ വരുത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ ആയിഷയുടെ സഹോദരി വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു. അവർ കൂടി എത്തിയതോടുകൂടി ഇപ്പോഴിതായി മൃതദേഹങ്ങൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഓഡിറ്റോറിയത്തിന് വളരെ ചേർന്നാണ് ഈ പള്ളിയുള്ളത്. ഏതാണ്ട് 200 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അവിടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അത് ഈ നാടിൻ്റെ കണ്ണീരാണ്, ഈ കുട്ടികളോടുള്ള യാത്രാമൊഴിയാണ്. അത് രാവിലെ മുതൽ തന്നെ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചത് മുതൽ തന്നെ നമുക്കത് കാണാൻ കഴിയുമായിരുന്നു. ഒരുപക്ഷെ ഈ നാട് കേഴുന്നത്, ഒരുപക്ഷെ ഈ നാട് കരയുന്നത് ആ കണ്ണീരായിരിക്കും. ഇങ്ങനെ ഒരു നനുത്ത മഴയായി ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാരൊന്നടങ്കം പറയുന്നത്. രാവിലെ കുട്ടികളുടെ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിച്ചപ്പോഴുള്ള കാഴ്ചയായിരുന്നു ഏറ്റവും ഹൃദയഭേദകം. ജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം കുട്ടികൾ, അവരുടെ സഹപാഠികളായിട്ടുള്ള ആളുകൾ, കഴിഞ്ഞ ദിവസം അടക്കം അവർക്കൊപ്പം ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചിരുന്ന കുട്ടികളൊക്കെ ഇന്നിപ്പോൾ ഇവിടെ എത്തുമ്പോൾ കാണുന്നത് അവരുടെ ജീവനില്ലാത്ത ശരീരങ്ങളാണ്. അത് കാണുമ്പോൾ അവർ ആർത്തു വിളിക്കുകയാണ്. ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങളുടെ കൂട്ടുകാരികൾ എഴുന്നേൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികളൊക്കെ അവരെ വിളിക്കുന്നു, എഴുന്നേൽക്കാൻ ആവശ്യപ്പെടുന്നു. അതൊക്കെ ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. രക്ഷിതാക്കൾ പലപ്പോഴും സ്വന്തം മക്കളെ കാണുന്നതിന് വേണ്ടി അരികത്തേക്ക് എത്തുമ്പോൾ അവർക്ക് അവരുടെ വികാരം നിയന്ത്രിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു പോവുകയും അവർ ബോധരഹിതരായി വീണു പോവുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ രാവിലെ കണ്ടു. അതിനൊക്കെ ശേഷം ഇപ്പോൾ സംസ്കാര നടപടികളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്, പള്ളിയിലേക്ക് കയറുകയാണ്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ പള്ളിക്കകത്ത് വെച്ചൊരു നമസ്കാരം ഉണ്ടാകും. അതിനുശേഷം നേരെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരുക്കിയിട്ടുള്ള ഖബറുകളിൽ ആ കുഞ്ഞുങ്ങൾ ഉറങ്ങും. അവർക്ക് വേണ്ടി നാടൊന്നടങ്കം പ്രാർത്ഥനയിലായിരിക്കും. ഈ മണിക്കൂറുകളിൽ അത്രയും ഇന്നലെ വൈകുന്നേരം ഈ അപകടം നടന്ന ഉടനെ തന്നെ, ആ നിമിഷം മുതൽ തന്നെ ഈ നാട് പ്രാർത്ഥനയിലായിരുന്നു. മരണവിവരങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വരുമ്പോഴും
അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ, അത് വിശ്വസിക്കാൻ തയ്യാറാകാതെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലായിരുന്നു ഈ നാടൊന്നടങ്കം. പക്ഷേ ആ പ്രാർത്ഥനകൾ വിഫലമായി. ആ 4 ജീവനുകളും നഷ്ടമായി. 5 പേർ ഒരുമിച്ച്, അവർ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്ന 5 പേർ സ്കൂൾ കഴിഞ്ഞ്, പരീക്ഷ കഴിഞ്ഞ്, ക്രിസ്തുമസ് പരീക്ഷ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിനിടെ ഇത്തരത്തിലുള്ളൊരു ദാരുണമായൊരു സംഭവം. തൊട്ട് മുൻപ് മിഠായി വാങ്ങാൻ കടയിൽ കയറിയപ്പോൾ 2 പേരെ കൂട്ടിയില്ല എന്ന് പറഞ്ഞ് 7 പേരടങ്ങുന്ന അവരുടെ ഗാങ്ങിൽ നിന്ന് 2 പേർ മാറി നടക്കുകയും ഈ 5 പേർ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ ഈ അപകടം അവരിലേക്ക് വന്നു ചേരുകയുമായിരുന്നു. അങ്ങനെ ഒരു കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ കുഞ്ഞ് നമ്മളോട് സംസാരിക്കുമ്പോൾ ഇന്ന് രാവിലെ ആ കുട്ടിയും ഈ വീടുകളിലേക്ക് എത്തിയിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ കൂട്ടുകാരികൾക്ക് യാത്രാമൊഴി നൽകുകയായിരുന്നു. ആ മോള് എന്തായാലും ഇപ്പോൾ പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പള്ളിക്ക് അകത്തേക്ക് മൃതദേഹങ്ങൾ കയറ്റുന്നു. അതിനുശേഷം പള്ളിയിൽ വെച്ച് ഒരു നമസ്കാരം ഉണ്ടാകും. തുടർന്നായിരിക്കും ഈ പള്ളിക്കാട്ടിലേക്ക്, ഈ ഖബർസ്ഥാനിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുക. വിജയകുമാർ. തുപ്പനാട് ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിലേക്ക് അവർ മടങ്ങുകയാണ്. അവരുടെ മൃതദേഹം പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പള്ളിക്കകത്ത് പ്രാർത്ഥന ചടങ്ങുകൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവരുന്നത്. ആ നാട് വലിയ ഹൃദയവേദനയോടെ കണ്ണീരൊഴുക്കി ആ 4 കുരുന്നുകൾക്കും ആ 4 മക്കൾക്കും വിട നൽകുകയാണ്. വല്ലാത്തൊരു കാഴ്ച, വല്ലാത്തൊരവസ്ഥ. എങ്ങനെയാണിത് പറയുക എന്ന് നമുക്കറിയില്ല. അത്രത്തോളം ഹൃദയഭാരം, ഹൃദയവേദന ഇത് കാണുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടാകും. അവിടെയുള്ള നാട്ടുകാരുടെ അവസ്ഥ നമുക്ക് പറയേണ്ടതില്ല. കണ്ണ് നനയാതെ എന്ന് വെച്ചാൽ സജല മിഴികളോടെ അല്ലാതെ ആരും അവിടെ വരുന്നില്ല, അവിടെ ഒന്നും മടങ്ങുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ കാഴ്ചകളാകെ നമ്മളെ കാണിക്കുന്നത്. അതുതന്നെയാണ്. ഇന്നലെ വരെ വളരെ സന്തോഷത്തോടെ ചിത്രശലഭങ്ങളെപ്പോലെ പറന്ന് നടന്ന 4 കുട്ടികൾ, ഒരുമിച്ച് നടന്ന 4 കുട്ടികളാണിതാ അവർ നിശ്ചലരായി ഖബർസ്ഥാനിലേക്ക് മടങ്ങുന്ന ഒരു വല്ലാത്ത കാഴ്ച. ആ നാട് കോഴിക്കോട് ദേശീയപാതയോരത്താണ്. ദേശീയപാതയോട് ചേർന്നാണ് കരിമ്പ പനയമ്പാടം. അവിടെയാണ് ഈ അപകടമുണ്ടായത്. പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന, വളരെ സന്തോഷത്തോടെ വീടുകളിലേക്ക് മടങ്ങുകയായിരുന്ന അവർക്ക് മേലെ ആ വാഹനം പാഞ്ഞടുക്കുകയായിരുന്നു. ഒരു പക്ഷേ ഒന്ന് അലറിക്കരയാനുള്ള സമയം പോലും അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകിയ അവിടുത്തെ നാട്ടുകാർ അവരത് പറയുന്നുണ്ടായിരുന്നു. എത്ര മോശം അവസ്ഥയിലായിരുന്നു ആ കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന്. അപ്പോൾ അവരിന്നലെ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്ന് ഉറക്കെ കരയാനുള്ള സമയം പോലും, ഒന്ന് അലറിക്കരയാനുള്ള സമയം പോലും അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. അങ്ങനെ അതിവേഗതയിൽ ആ വാഹനം അവർക്ക് മേലെ പാഞ്ഞു കയറുകയായിരുന്നു. നടുക്കത്തിൻ്റെ ഞെട്ടൽ ആ നാടിന് മാത്രമല്ല കേരളത്തിനും ആകെയുണ്ട്. ഇന്നലെ വൈകുന്നേരം ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ ആ കുട്ടികളെ പറ്റിയുള്ള അന്വേഷണമായിരുന്നു നമ്മളുടെ കമൻറ്റ് ബോക്സ് ഒക്കെ നിറയെ. ഇപ്പോഴും പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ആ കുട്ടികൾക്ക് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അവരുടെ വീടുകളിലിരുന്നും ജോലിസ്ഥലത്തിരുന്നുമൊക്കെ വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത ദുഃഖം, അങ്ങേയറ്റം ഹൃദയവേദനയോടെയാണ് നമുക്ക് ഈ ദിവസം, ഈ രാവിലെ ഇക്കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കേണ്ടിയും വരുന്നത്. സംസ്കാര ചടങ്ങുകൾ, ഖബറടക്ക ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. വിലാപയാത്രയായി അവരെ ആ നാട് മടക്കി അയക്കുകയാണ്. കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിനൊക്കെ അപ്പുറത്തേക്കും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരിക്കാം ഒരു പക്ഷേ ആ നാടും ആ നാട്ടുകാരും ഇത് കാണുന്ന ആളുകളുമൊക്കെ ആ പ്രിയപ്പെട്ട കുരുന്നുകൾക്ക് വിട നൽകുന്നത്. ഇത് നമ്മൾ തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവരുടെ മടക്കം, അവരുടെ അന്ത്യയാത്രയ്ക്കിതാ അവിടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാകുന്നു. അത് ആ നാടിൻ്റെ കണ്ണീരിൽ കുതിർന്നാണ് അവർ അവിടേക്ക് മടങ്ങുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആ സ്കൂളിലെ അവരുടെ സഹപാഠികൾ, അവരുടെ സുഹൃത്തുക്കൾ അലമുറയിടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവരുടെ ഹൃദയം പൊട്ടിയുള്ള വിളി കേട്ട് അവരെഴുന്നേൽക്കും, അവരുണരും, അവർ കണ്ണു തുറക്കുമെന്നൊക്കെ അങ്ങനെ കരുതി അവരോടുള്ള സ്നേഹം മുഴുവൻ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിലവിളിച്ച് അവരുടെ കണ്ണീരിൻ്റെ ചൂടറിഞ്ഞ് അവരുടെ സുഹൃത്തുക്കൾ വരും എന്നൊക്കെ പ്രതീക്ഷിച്ച് അലമുറയിടുന്ന കുട്ടികളെ നമ്മൾ കണ്ടതാണ്.